അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഇരുത്തവും ചെയ്യുന്ന അമലുകളൊക്കെ സ്വാലിഹായ ഖബൂലിയത്തുള്ള അമലായി അള്ളാഹു നമ്മളിൽ സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്തി ഇറങ്ങുന്നവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ ഖൈറായ ഷിഫാവിനെ അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീർഘമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധമായ റമളാനിൻ്റെ മുന്നോടിയായിട്ട് അതിലേക്കൊക്കെ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി നമ്മളിലേക്ക് വരപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റജബും ഷഅബാനൊക്കെ. ഈ റജബ്, പരിശുദ്ധമായ റജബ് ഈ ആഴ്ച നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിന്റെ എല്ലാ മഹാത്മ്യങ്ങളും ഉൾക്കൊള്ളുന്ന ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി തരുമാറാവട്ടെ. ഒരുപാട് പവിത്രതകളുള്ള മാസമാണ്, വിശദീകരിക്കല്ല. ഒരുപാട് പവിത്രതകളുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പനുഷ്ഠിക്കാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കാനും ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാനും ഒരുപാട് പ്രതിഫലങ്ങൾക്ക് കാരണമാകുന്ന അമലുകൾ ചെയ്യാനും പ്രത്യേകമായി പ്രേരണ നൽകിയിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റജബ് ആയിക്കഴിഞ്ഞാൽ പ്രത്യേകമായി ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ, റജബിലും ശഅബാനും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ പരിശുദ്ധമായ റമളാനിലേക്ക് ആഫിയത്തോടെ സിക്കത്തോടെ അമലുകൾ ചെയ്യാൻ പാകത്തിൽ ഞങ്ങളെ എത്തിക്കണേ എന്ന് പരിശുദ്ധമായ റജബ് മുതൽക്ക് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ബർക്കത്ത്? ഒരുപാട് സമ്പത്ത് ഉണ്ടാവലാണോ? ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവലാണോ? ഒരുപാട് സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്ക് എല്ലാം അനുകൂലമായി വരലാണോ? അല്ല. മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്ത്, സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, ദുനിയാവിലെ എന്ത് സൗകര്യങ്ങളാവട്ടെ, പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഇലാഹിയായ ഒരു ഖൈർ, ഇലാഹിയായിട്ടുള്ള ഒരു നന്മ, അത് സ്ഥിരമായി നിൽക്കലാണ്. ഒരുപാട് സമ്പത്തുണ്ട് ഒരാൾക്ക്, മനസ്സിലൊരു സമാധാനവും ഇല്ല. ആ സമ്പത്ത് ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ഒരു സുപ്രഭാതത്തിലെല്ലാം വരുന്നു. ഇത് ബർക്കത്തല്ല. ഒരുപാട് മക്കളുണ്ട്, ഒരു മകനെ പോലും ഉപകരിക്കാൻ പറ്റാത്ത കോലത്തിൽ. ഇത് സമ്പത്തല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മക്കളിലും സമ്പത്തിലും അല്ലാഹുവിന്റെ ഇലാഹിയായിട്ടുള്ള ഒരു ഖൈർ സ്ഥിരമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മകനാണെങ്കിലും ഒരു പക്ഷേ ആ മകനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അത് സമ്പത്താണെങ്കിലും, അത് കുറഞ്ഞ സമ്പത്താണെങ്കിലും തൃപ്തികരമായ ജീവിതം ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ മരണം വരെ സിക്കത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് നൽകുന്ന തൗഫീഖ്. കിട്ടുന്ന ക്യാഷുകളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ലാതെ അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകുന്ന സിഖത്ത്, ഇത് ചോദിക്കാനാ പരിശുദ്ധമായ ബറക്കത്ത്. ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് റിസ്ക് നൽകുക എന്നുള്ളതല്ല. കാരണം എന്നെയും നിങ്ങളെയും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മളുടെ മേലുള്ള റിസ്ക് അല്ലാഹു ഏറ്റെടുത്ത, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഇല്ല കൊണ്ട് ഇഖ്തിസാർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അള്ളാഹിന്റെ മേലുള്ള ബാധ്യതയാണ്. ഈ ദുനിയാവിൽ ചെറുതും വലുതുമായ കോടാനുകോടി ജീവജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിക്ക് നൽകേണ്ട റിസ്ക്, ഭക്ഷണമാകട്ടെ മറ്റു സൗകര്യമാകട്ടെ, അത് അള്ളാഹിന്റെ മേൽ ബാധ്യതയാണ്. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പിന്നെ മറിച്ചെന്താ? ആ റിസ്കിൽ ബറക്കത്തിനെ നിങ്ങൾ ചോദിക്കണമെന്ന് പഠിപ്പിക്കാനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. കേവലം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ബറക്കത്തിന് ആവശ്യപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചകളിലെ, കേൾവികളിലെ, സംസാരങ്ങളിലെ, ഹൃദയത്തിലുള്ള ചിന്തകളിൽ പോലും പടച്ചോനെ ബറക്കത്ത് നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേൾവികളിൽ ബറക്കത്ത് വേണം പ്രിയപ്പെട്ടവരെ, സംസാരങ്ങളിൽ ബർക്കത്ത് വേണം പ്രിയപ്പെട്ടവരെ, നടത്തങ്ങളിലും ഇരുത്തങ്ങളിലും ഹറക്കാത്ത സക്കനാത്തുകളിലും. എന്നാലേ അത് റബ്ബിന്റെ മാർഗത്തിലേക്ക് ആക്കാൻ കഴിയൂ. പല സമയങ്ങളിൽ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫലങ്ങൾ, കായ്കനികൾ സമൂഹത്തിന് മൊത്തത്തിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ഈ പട്ടണം, ഇതിൽ ബർക്കത്ത് വേണം പടച്ച റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സോഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ. അങ്ങനെ തുടങ്ങി നമ്മുടെ കാഴ്ചയിൽ വളരെ നാനോയ
മനോഹരമായി കാണുന്ന ചെറിയ ചെറിയ സംഗതികളിൽ പോലും അള്ളാന്റെ റസൂൽ ബർക്കത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റപ്പെടുത്തി വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ബർക്കത്ത് എന്നുള്ള തിരിച്ചറിവ്. അതിനെ കൂടുതലായി ദുആ ചെയ്യാൻ അള്ളാന്റെ റസൂൽ തന്നിട്ടുള്ള മാസമാണ് ഈ പരിശുദ്ധമായ റജബ്. അതുകൊണ്ട് തന്നെ ജീവിക്കുന്നത്രയും കാലം നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ബിസിനസ്സിലും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സിക്കത്തിലും അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളെയും സമൂഹങ്ങളെയും അള്ളാഹ്ക്ക് അനുസരിക്കാതെ വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതിന്റെ ഒരു സംഗതി പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ അറാഫിന്റെ 96-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ സമൂഹം, കഴിഞ്ഞുപോയ മൂസ നബിയുടെ സമൂഹം, ഈസാ നബിയുടെ സമൂഹം, നൂഹ് നബിയുടെ സമൂഹം, അങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ സമൂഹങ്ങളെ പറ്റിയും പരിശുദ്ധ റബ്ബ് ഖുർആനിൽ പറയാ, ആമനൂ വത്തഖൗ, അവർ വിശ്വസിക്കുകയും അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരുമാണെങ്കിൽ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവരുടെ മീതെ ഞാൻ ബറക്കത്തുകളെ ചൊരിഞ്ഞു കൊടുക്കുമെന്നും ബറക്കത്തുകളെ ഞാൻ തുറന്നു കൊടുക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. പക്ഷെ അവർ ചെയ്യാത്തത് കൊണ്ടാ വലാകിൻ കദ്ദബൂ, പക്ഷെ അവർ കളവാക്കി, അല്ലാഹുവിൽ അവർ യഥാർത്ഥ രീതിയിൽ വിശ്വസിച്ചില്ല, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്തില്ല. അപ്പോൾ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത കർമ്മങ്ങൾ കാരണമായിട്ട് ഒരു പിടികൂടൽ ഞാൻ അവരെ പിടികൂടിയതാണ്, അവരിലേക്ക് ഞാൻ ശിക്ഷ നൽകിയതാ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, ബറക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ അദാബാണ് വരാനുള്ളത്. ആ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കാൻ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ, പടച്ച റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയത്തും അല്ലാഹുവിലേക്കുള്ള തഖ്വയും നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, പ്രത്യേകിച്ച് പുതിയ സാഹചര്യം നമുക്കറിയാമല്ലോ, ന്യൂ ഇയറിന്റെയും ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണോ അവിടെ തഖ്വ ചെയ്യേണ്ടത് എന്ന് എന്നേക്കാൾ കൂടുതൽ ബോധവുമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സമൂഹം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്യാത്ത ജീവിതമാണ് എന്റേതും നിങ്ങളുടേതുമെങ്കിൽ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞാൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ യഥാർത്ഥ വിശ്വാസികളായി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറാം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.